Hi, I am Fia. I am UX designer at Frog School. എൻ്റെ ഈ ഫീൽഡിലോട്ടുള്ള ജേർണീനെ കുറിച്ച് ബേസ് ചെയ്തിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ, ആഫ്റ്റർ ഡിഗ്രി ഇക്കണോമിക്സിന് ശേഷമാണ് ഞാൻ ഈ ഫീൽഡ് ചൂസ് ചെയ്യുന്നത്. എനിക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഹയർ സ്റ്റഡീസ് ചൂസ് ചെയ്യണോ അല്ലെങ്കിൽ പാഷനേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള കോഴ്സസ് ചൂസ് ചെയ്യണോ എന്നുള്ളത്. ബട്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറേ കോഴ്സസ് സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു. ആ ഒരു ടൈമിലാണ് ഞാൻ ഇവിടെയുള്ള ഒരു സ്റ്റുഡൻറ്റ് ത്രൂ അവളെ സ്റ്റോറീസൊക്കെ കണ്ട് അപ്പം എനിക്ക് തോന്നി ഇവിടുത്തെ മെൻറ്റർഷിപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു കോഴ്സും അടിപൊളിയാണെന്നുള്ള ഒരു തോട്ട് എൻ്റെ ഇതിൽ വന്ന് ഞാൻ റൈസിൻ്റെ കുറേ പോസ്റ്റസ് നമ്മളെ അക്കൗണ്ട് ത്രൂ സെർച്ച് ചെയ്ത് കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ ഡിസൈനിങ് മാത്രമല്ല, കൂടെ തന്നെ പേഴ്സണലി ഡെവലപ്പ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് ഈ ഒരു കോഴ്സ് മാത്രമല്ല, കോഴ്സിൻ്റെ മീൻസ് ഡിസൈനിങ് കൂടെ തന്നെ നമ്മൾ പേഴ്സണൽ ബ്രാൻഡിങ്, അതുപോലെ തന്നെ നമ്മളെ കുറേ കാര്യങ്ങൾ പേഴ്സണലി ഡെവലപ്പ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു. ഞാനിവിടെ ജോയിൻ ചെയ്തതിന് ശേഷം എൻ്റെ പേഴ്സണൽ ബ്രാൻഡിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ലിങ്ക്ഡിനും ഇൻസ്റ്റഗ്രാമും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അതിൽ കുറേ പോസ്റ്റേഴ്സ് ഇട്ട് തുടങ്ങി. ഞാനൊരു UX/UI ഡിസൈനറായിട്ട് ഒരു ഏജൻസിയിൽ വർക്ക് ചെയ്യാനുള്ള ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ കീപ്പ് ചെയ്യുന്നൊരു സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത് റിയൽ വേൾഡിൽ നിന്ന് നമ്മൾ പ്രോബ്ലംസ് കണ്ടെത്തിയിട്ട് ആ പ്രോബ്ലംസിനെ ട്വീറ്റ് ചെയ്ത് കൊണ്ടുവന്ന് നമ്മളൊരു ആപ്പ് ബിൽഡ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പം ആ ഒരു ബേസിൽ ഞങ്ങൾ കുറേ ആപ്സ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഹയറിംഗ് മാനേജേഴ്സിനെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള ഡിസൈനേഴ്സിനെ കണ്ടെത്തുന്നതിൽ കുറേ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം, ഒരു HR-ന് കുറേ CVs വരുന്നുണ്ടാവും. അപ്പം അതിൽ ഏതാണ് അവർക്ക് പറ്റിയ ഒരു പേഴ്സൺ ഏതാണോ അത് കിട്ടാൻ കുറേ പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ടാവും. അപ്പം ഈ ഒരു ആപ്പ് ത്രൂ അവർക്ക് ഇപ്പം ഡിസൈനേഴ്സ് ആയിരിക്കും അതിൽ ലോഗിൻ ചെയ്യുന്നുണ്ടാവുക. അവരെ എന്തും കേസ് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അപ്ലോഡ് ചെയ്യും. ആ ഒരു ബേസിൽ അവർക്ക് കുറേ വെരിഫൈഡ് ആയിട്ടുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള ഡിസൈനേഴ്സിന് മാത്രമേ അതിൽ ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ശരിക്കും അതൊരു നമ്മളെ തിങ്കിങ് പ്രോസസ്സൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള നമുക്ക് ഒരു ചാൻസ് കൂടെയാണ് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്.